ഒടിയൻ്റെ ക്ലൈമാക്സും കളിയാട്ടവും ഷൂട്ട് ചെയ്ത ചിങ്ങൻചിറ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രം. വെട്ടത്തിലെ മനോഹര ഗാനം ചിത്രീകരിച്ച മുതലമട റെയിൽവേ സ്റ്റേഷൻ. അതിശയിപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യവുമായി കുടിലിടം, നെൽപ്പാടവും. കൊല്ലങ്കോടിൻ്റെ കൊതിപ്പിക്കുന്ന പ്രകൃതി ഭംഗിയുടെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കൊല്ലങ്കോട് ടൗണിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ചിങ്ങൻചിറ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ്. ഇന്നിവിടെ നല്ല ആൾത്തിരക്കാണ്. ഞായറാഴ്ചയായതുകൊണ്ട് പ്രത്യേക പൂജകളൊക്കെ നടക്കുന്ന ദിവസമാണ് ഇന്ന്. കറുപ്പസ്വാമി എന്ന പേര് നമ്മൾ പൊതുവെ കേൾക്കുന്നത് തമിഴ്നാട്ടിലാണ്. ഇവിടെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന പേരാലിൻ്റെ ചുവട്ടിലാണ് കറുപ്പസ്വാമിയുടെ പ്രതിഷ്ഠ. ഇവിടെ ഒറ്റ ആലാണെന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ വേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി പുതിയ ആൽമരങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ ഒരു കൂട്ടം ആൽമരമായിട്ട് മാറിയിരിക്കുന്നു. ഇവിടെ പൊതുവെ 2 ആൽമരമാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുക. ഒന്നാമത്തേത് ധർമ്മ ആൽമരവും 2 അധർമ്മ ആൽമരവും. ഈ ധർമ്മ ആൽമരത്തിൻ്റെ കീഴിലാണ് കറുപ്പസ്വാമിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കറുപ്പസ്വാമി എന്ന് പറയുന്നത് അയ്യപ്പൻ്റെ സഹായിയായി, സർവ്വ സൈനാധിപനായി വന്ന ആളാണെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതുപോലെ ശിവൻ്റെ ഭൂതം, ശിവഭൂതമായിട്ട് കണക്കാക്കുന്നു. ഒരുപാട് ഐതിഹ്യങ്ങൾ കറുപ്പസ്വാമിയെ പറ്റി ഉണ്ട്. കറുത്ത നിറമുള്ള കറുപ്പസ്വാമി, വലിയ കണ്ണുകളും തടിച്ച ചുണ്ടുകളുമുള്ള വാളേന്തി നിൽക്കുന്ന ഒരു രൂപമായിട്ടാണ് എല്ലായിടത്തും പ്രതിഷ്ഠ കാണാറുള്ളത്. ഇവിടുത്തെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മതിലുകളും വാതിലുകളും ഒന്നുമില്ല. ഇവിടുത്തെ മതിലും വാതിലും എല്ലാം ഈ ആൽമരം തന്നെയാണ്. അതിൻ്റെ വേരുകളാണ് ഇവിടുത്തെ ഡോറും അതുപോലെ കതകും എല്ലാം തന്നെ. ഏത് സമയവും എല്ലാവർക്കും കടന്നു വരാവുന്ന ഒരു തുറന്ന അമ്പലമാണ് ഇത്. കറുപ്പസ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ആൽത്തറയുടെ കീഴിലാണ് ഭക്തരെല്ലാം എന്ന് പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നേരുകയും ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ പൂജാരികളുമൊന്നുമില്ല. നേരിട്ട് നമുക്ക് വഴിപാട് നടത്താവുന്നതാണ്. ഈ കുട്ടികളൊക്കെ ഇവിടെ ഈ കോഴികളെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണത്. വീട്ടിൽ നിന്നും കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങുന്നതോ ആയ കോഴികൾ, ആടുകൾ ഇവയെല്ലാം ഇവിടെ ബലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുരുതി കൊടുത്തതിന് ശേഷം നല്ലപോലെ എല്ലാവരും ചേർന്ന് പാകം ചെയ്ത് മദ്യം, ബീഡി ഇതെല്ലാം ചേർത്ത് മുത്തപ്പൻ്റെ തറയിൽ സമർപ്പിക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് എടുത്തിട്ട് അത് അന്നദാനമായിട്ട് അല്ലെങ്കിൽ വഴിപാട് ഭക്ഷണമായിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നീച സങ്കല്പ ദേവൻ്റെ പ്രതീകമായ അധർമ്മ ആൽത്തറക്കിലാണ് ഇത് ചെയ്യുന്നത്. എന്താ വല്ല കോഴിനേർച്ച ഉണ്ടോ? ഇവിടെ ചോറ് വയ്ക്കുന്നുണ്ട്, കറി വയ്ക്കുന്നുണ്ട്. എറണാകുളത്ത് എടപ്പള്ളി പള്ളിയിലെ ഇതുപോലെ കോഴിനേർച്ചയൊക്കെ, കോഴീനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ പാകം ചെയ്ത് കഴിക്കാറുണ്ടെന്നാണ് ബിജി പറയുന്നത്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ആള്. ഇതിലെ വ്യത്യാസമൊന്നുമില്ല അല്ലേ, ജാതിമത വ്യത്യാസമൊന്നുമില്ല. എല്ലാ ആൾക്കാർക്കും കോഴിനെ ഭയങ്കര ഇഷ്ടമാണ്. കോഴി എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവിടെ എല്ലാ ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിലൊക്കെ ഇവിടെ പൂജയുണ്ട്, സ്പെഷ്യൽ പൂജയുണ്ടെന്ന് പറയുന്നത്. കോഴി, ആട് അതിനെയൊക്കെ പാകം ചെയ്ത് കൊണ്ടുവരികയും പാകം ചെയ്ത് കൊന്നെന്ന് പറയാ ഇവിടെ പൂജ നടത്തി പിന്നെ കൊന്ന് ഭക്ഷണമാക്കിയിട്ട് കഴിക്കുന്ന പരിപാടി ഇവിടെ ഉണ്ട്. ആഴ്ചയിൽ 3 ദിവസം. അപ്പം അതിൻ്റെ തിരക്കാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ആംബിയൻസ് ഭയങ്കരമായിട്ട് അവിടുത്തെ ഭയങ്കര ഒരു കൂളിംഗ് പ്ലേസ് ആണ്. മൊത്തം കവർ ചെയ്തിരിക്കുകയാണ്. മേലെ ആൽമരങ്ങൾ കൊണ്ട് മൊത്തം കവർ ചെയ്തിരിക്കുക. ഒരു കാടിന്റെ പ്രതീതിയാണ്. ഒറ്റ ആലാണ് അല്ലേ ഇത്? ഇതൊരു ഒറ്റ ആലാന്ന് പറയുന്നത്. ഇതിന്റെ വേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് മറ്റൊരു ആൽമരമായിട്ട് മാറിയിരിക്കുന്നതാണ്. അങ്ങനെ ഒറ്റ ആലിൽ നിന്നാണ് ഈ മൊത്തം ഈ ആൽക്കൂട്ടം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ചിങ്ങൻചിറയിൽ നിന്നും ഞങ്ങൾ പോകുന്നത് ഇനി അയ്യപ്പൻ ചേട്ടൻ്റെ ഹോട്ടലിലേക്കാണ്. രണ്ട് നിലകളിലായിട്ടുള്ള ഒരു പുതിയ ബിൽഡിങ്ങിലാണ് ഇപ്പോൾ അയ്യപ്പൻ ചേട്ടൻ്റെ ഈ ഹോട്ടലുള്ളത്. സ്വാദിഷ്ടമായ ഉച്ചഭക്ഷണം ഇവിടെ ലഭ്യമാണ്. അതുപോലെ വിലയാണെങ്കിൽ താരതമ്യേന കുറവുമാണ്. ഇലയിട്ട് വിളമ്പുന്ന നല്ല ഉച്ച ഊണും അതുപോലെ തന്നെ നോൺ വെജ് ഐറ്റംസും എല്ലാം തന്നെ ഇവിടെ
നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഈ ഹോട്ടലിൽ വന്നു പോയിട്ടുള്ള സൂരജ് വെഞ്ഞറാമൂട്, അതുപോലെ നമ്മളുടെ വിനീത് ശ്രീനിവാസൻ, പിന്നെ പ്രണവ് മോഹൻലാൽ, ഇവരുടെ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് ഇവിടെ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഒരേ സമയം ഒരുപാട് പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. നമ്മുടെ അയ്യപ്പൻ ചേട്ടൻ്റെ വൈഫാണ് ഇവിടെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നത്. ഊണ് കഴിച്ച് ഞങ്ങൾ പിന്നീട് സന്ദർശിച്ചത് ഈ മുതലമട റെയിൽവേ സ്റ്റേഷനാണ്. ഓട്ടോയിൽ തന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. ശരിക്കും പറഞ്ഞാൽ പാലക്കാട് ജംഗ്ഷനിൽ നിന്നും 30 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്താം. 1-2 ട്രെയിനുകൾ മാത്രമാണ് ഇവിടെ സ്റ്റോപ്പുള്ളത്. അതുകൊണ്ടാണ് പലരും ഇങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് ഇങ്ങോട്ട് വരുന്നത്. വെട്ടം സിനിമയോടെയാണ് ഇവിടുത്തെ ഈ റെയിൽവേ സ്റ്റേഷൻ പ്രസിദ്ധമാകുന്നത്. പിന്നീട് ആട്, പിന്നെ ഹൃദയം, ഈ വക സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും തിരക്കില്ലാത്തതും അതുപോലെ വളരെ മനോഹരവുമായ ഒരു സ്റ്റേഷൻ ആയതുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് റീൽസൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല തണൽ വിരിച്ച് നിൽക്കുന്ന പേരാലുകൾ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നല്ല ഉച്ച നേരമാണ്, ഏകദേശം 2 മണി 2:30 നേരമാണ്. പക്ഷെ ഇവിടെ നല്ല തണലാണ് കേട്ടോ. ഒരുങ്ങി വരുന്ന ആളുകൾക്ക് ഒരുപാട് റീൽസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ മുതലമട എന്ന് പറയുന്ന ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും, മനോഹരമായ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ ഇനി പോകുന്നത് കുടിലിടം എന്ന് പറയുന്ന പാടത്തേക്കാണ്. അവിടെ വരമ്പിലൊക്കെ ഒരുപാട് കുടിലുകളൊക്കെ കെട്ടിവെച്ചിട്ട് സഞ്ചാരികൾക്ക് ഇരിക്കാനും അതുപോലെ കാണാനായിട്ട് മനോഹരമായ കാഴ്ചകളുള്ള കുടിലിടം. ഇവിടെയാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ 20 രൂപയാണ് ഇവർ ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് ഇതിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. ഇവിടെ വെച്ച് വിപിൻ പ്രശാന്ത് എന്ന് പറയുന്ന ഒരു പയ്യനെ പരിചയപ്പെട്ടു. അവർ കോയമ്പത്തൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അവനപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ അവനത് സബ്സ്ക്രൈബ് ചെയ്യുകയായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാണ് കുടിലിടം എന്ന് പറയുന്ന കോൾപ്പാടം. ഈ കോൾപ്പാടത്തിലാണ് ഇവർ മനോഹരമായിട്ടുള്ള കുറേ സംഗതികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. വക്കോല് കൊണ്ടാക്കിയിട്ടുള്ള ഒരു കവാടം, അതുപോലെ ഒരു കാളവണ്ടി, പിന്നെ നല്ല ഒരു ഏറുമാടം. പിന്നെ ഇതിൻ്റെ പശ്ചാത്തലം കണ്ടില്ലേ, നമ്മുടെ മലനിരകളാൽ സമ്പന്നമായ പശ്ചാത്തലം. പിന്നെ ഇവിടെ ഞാറ് പാകിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പറിച്ചിട്ട് വേണം ഞാറ് നടാനായിട്ട്. നല്ല പച്ചപ്പുള്ളൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് ഇവിടെയുള്ളത്. കാരണം കൃഷി ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ ഞാറ് പറിച്ചെടുത്ത് ഇനി അപ്പുറത്ത് നടണം. പിന്നെ ഇവിടെയുള്ള വലിയ വയൽ വരമ്പുകളിൽ ഇഷ്ടംപോലെ ചെണ്ടുമല്ലിപ്പൂക്കൾ പൂത്തു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പതുക്കെ പാടത്തേക്ക് അങ്ങനെ നടക്കുകയാണ്. ഇവിടെ അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു കിണറുണ്ട്. അവിടെ എഴുതി വച്ചിരിക്കുന്നത് തവളക്കിണർ എന്നാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് തവളകളെയൊക്കെ വളർത്തുന്ന ഒരു കിണറായിരിക്കാം. അത് നല്ല വേലിയൊക്കെ കെട്ടി നല്ല ഭംഗിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്, സംരക്ഷിച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 അടി താഴ്ചയുണ്ട് അത്രേ ഈ കിണറിന്. അപ്പോൾ അതുകൊണ്ട് അബദ്ധത്തിൽ പോലും അതിൽ വീണ് പോയി കഴിഞ്ഞാൽ വലിയ അപകടമാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ അത് കെട്ടി സംരക്ഷിച്ചിരിക്കുന്നത്. പിന്നെ അങ്ങനെ മുന്നോട്ട് നടന്നാൽ കണ്ണെത്താത്ത പാടശേഖരമാണ്. അതുപോലെ തോടുകൾ, മനോഹരമായ തോടുകൾ. ഇവരിത് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വഞ്ചി ഇട്ടിട്ടുണ്ട്, മരവഞ്ചി ഇട്ടിട്ടുണ്ട്. അതുപോലെ കൊച്ചു കൊച്ചു ഷെഡുകൾ, അതായത് കുടിലുകൾ കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് തണലത്ത് ഇരുന്ന് സംസാരിച്ചിരിക്കാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. ഈ പാടത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു അനന്തമായിട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇനി കൃഷി ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പച്ചപ്പ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. എത്ര മനോഹരമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ നെൽക്കതിരുകൾ ആയി കഴിയുമ്പോഴുള്ള നിറമാറ്റം, പിന്നെ നെല്ല് നന്നായിട്ട് വിളയുമ്പോഴുള്ള സ്വർണ്ണ നിറം ആർന്ന പാടം, അങ്ങനെ കളറിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിനുശേഷം കൊയ്ത്തൊഴിയുന്ന പാടം, അങ്ങനെ പാടത്തിൻ്റെ ഭംഗി പല സമയത്തും പല രീതിയിലാണ്. നോക്കിയേ ഈ പാടത്തിൻ്റെ ഒരു ഭംഗി. സമയം ഏകദേശം ഉച്ചയാണ് കേട്ടോ, ഒരു 3 മണിക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലാണ്. അപ്പോൾ ഈ വെയിലത്തോടെയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തണലത്ത് വന്നിരുന്ന് കുറച്ച് നേരം അങ്ങനെ ഞങ്ങൾ സംസാരിച്ചൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു അബദ്ധം പറ്റിയ എന്താണെങ്കിലേ, നമ്മളുടെ മൈക്ക് ഉണ്ടല്ലോ അത് ഓഫായിപ്പോയി. അതറിഞ്ഞില്ല. വലിയ ഡയലോഗ് അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പിന്നീടാണ് മനസ്സിലായത് ഇതൊന്നും റെക്കോർഡാവുന്നില്ല എന്നുള്ളത്.
നോക്കൂ, ഇവിടുത്തെ ഈ വയൽ വരമ്പുകളൊക്കെ നോക്കൂ, നല്ല തടിച്ച വരമ്പുകളാണ്. നമുക്ക് യഥേഷ്ടം നടന്നു പോകാം, വീഴൊന്നുമില്ല. ഇവിടുത്തെ പാടത്ത് കാണുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് തെങ്ങുകൾ ഒരുപാട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പനകൾ. നമ്മുടെ പാടത്തൊന്നും ഇങ്ങനെ പാടത്തിൻ്റെ നടുവിലായിട്ട് തെങ്ങുകളും പനകളും അങ്ങനെയൊന്നും കാണാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമാണ്. ഈ ആകാശത്തിൽ ഇങ്ങനെ തെങ്ങുകൾ ഉയർന്നു നിൽക്കുന്നത് കാണാനായിട്ട് വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ പാലക്കാട്, ഈ കൊല്ലങ്കോട് സ്ഥലത്തെ ആളുകളൊക്കെ വളരെ സാധുക്കളാണ്. അതായത് അപരിചിതരായ ഞങ്ങളോടൊക്കെ വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ആളുകളാണ്. പലപ്പോഴും നമ്മൾ അപരിചിതരെ കാണുമ്പോൾ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. ഇവിടെ ഒരു അമ്മയെയും കുട്ടിയെയും കണ്ടു. അവരെത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത്. അവരുടെ അയൽപ്പക്കത്തെ ആരോട് സംസാരിക്കുന്നത് പോലെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെയധികം ആശ്ചര്യം തോന്നി. അവർ ചോദിക്കുകയായിരുന്നു, ഞങ്ങളുടെ നാടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചറിയുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനതൊക്കെ റെക്കോർഡ് ചെയ്തു എന്നാണ് വിചാരിച്ചത്. പക്ഷേ റെക്കോർഡായില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ വോയിസ് ഓവറിൽ ഇത് പറയേണ്ടി വന്നത്. ഇത് കണ്ടില്ലേ, ഒരു നല്ലൊരു കുടിൽ. എനിക്ക് തോന്നുന്നു സന്ധ്യ ആകുമ്പോൾ, വൈകുന്നേരം ആകുമ്പോൾ ഒരുപാട് പേരൊക്കെ ഇവിടെ വന്ന് ഇരിക്കാൻ സാധ്യതയുണ്ട്. ഈ ഉച്ച നേരം ആയതുകൊണ്ടാണ് ഇവിടെ അധികം ആളുകളൊന്നും ഇല്ലാത്തത്. ഇവിടെ നല്ലൊരു മരവഞ്ചിയുണ്ട്. ആളുകളൊക്കെ ഇതിനകത്ത് ഇരുന്ന് തുഴയുന്നത് പോലെയൊക്കെ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. 2 ബിരുദന്മാർ ഇതിൻ്റെ കൂടെ വന്നിരുന്ന് ഇവിടെ കളിക്കുന്നുണ്ടായിരുന്നു, കുട്ടികൾ. നമ്മുടെ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ പാടവും കൃഷിയൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലേ. അവർക്കിതൊക്കെ വളരെ പുതുമയായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. ഇവിടെ നോക്കിയ ഒരു ചേട്ടൻ ഉണ്ടല്ലോ, ഒരു ചേട്ടൻ ലൈവായിട്ട് പടമൊക്കെ വരച്ച് തരും. നമ്മുടെ പടം വരച്ച് തരുന്ന ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എത്ര റേറ്റ് എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു 150 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഒക്കെ പിടിക്കണതല്ലേ, ഒരു പടം വരയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ ബിജിയായി പിടിച്ചിരുത്തിയിട്ട് ആ ചേട്ടനോട് പറഞ്ഞു പടം വരച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 10 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ ആൾ പടം വരച്ച് കൈ തരാമെന്ന് പറഞ്ഞു. വളരെ സന്തോഷമായി. 10 മിനിറ്റല്ലേ വേണ്ടു എന്ന് വിചാരിച്ചു. അങ്ങനെ ആൾ വര തുടങ്ങി. നോക്കിയപ്പോൾ തലയുടെ ഭാഗമൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് ആൾ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നെറ്റിയും കണ്ണൊക്കെ ഏകദേശം ഓക്കെ ആയി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നീങ്ങി നമ്മുടെ ക്യാമറ എടുത്ത് പതുക്കെ ചുറ്റുപാടും ഒന്ന് പകർത്താമെന്ന് കരുതിയിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വന്നു. അപ്പോൾ ഇവിടെയുള്ളൊരു ഏറുമാടം കണ്ടു. 4 പേർക്ക് കയറിയിരിക്കാവുന്ന ഒരു ഏറുമാടം. ഇത്ര മനോഹരമാണല്ലേ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗ്രാമഭംഗി ആഗ്രഹിക്കുന്നവരൊക്കെ, കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ പാലക്കാടൻ ഗ്രാമമായ കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഭംഗിയൊക്കെ കണ്ട് വീണ്ടും ഈ പടം വരയ്ക്കുന്ന നമ്മുടെ ചേട്ടൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തി. പക്ഷേ നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം വരച്ച് കഴിഞ്ഞപ്പോഴേ ആളുടെ ഫേസൊക്കെ ആകെ മാറിപ്പോയി. വരച്ച് വന്ന ആൾ വേറെയായി. അപ്പോൾ ഞാൻ ആ ചേട്ടന് ആ പടം ആൾക്ക് തന്നെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോന്നു. അപ്പോൾ കൊല്ലങ്കോടിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയ സ്ഥലം, പുതിയ വീഡിയോയായിട്ട് നമ്മൾ വീണ്ടും കാണും. നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ളോഗ്.